എല്ലാവർക്കും നമസ്കാരം. ഒന്നാം ക്ലാസ്സിൻ്റെ സംസ്കൃതം സ്കോളർഷിപ്പിൻ്റെ ഒരു ചോദ്യപേപ്പർ നമുക്ക് പരിചയപ്പെടാം. മാക്സിമം സ്കോർ തന്നിരിക്കുന്നത് 25 രജിസ്റ്റർ നമ്പർ എഴുതുക. അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചിത്രാനുസാരം ഉചിതം പദം രേഖയാ യോജയതു. ചിത്രങ്ങൾക്കനുസരിച്ച് ഉചിതമായ പദം വര കൊണ്ട് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നത് ഒരു കാക്കയുടെ ചിത്രമാണ്, പൂച്ചയുടെ, ശലഭത്തിൻ്റെ, ആനയുടെ. നമുക്ക് തന്നിരിക്കുന്ന പേരുകൾ മാർജാരഹ, ശലഭഃ, ഗജഃ, പിന്നെ തന്നിരിക്കുന്നത് കാകഃ. ഇത് യോജിപ്പിക്കുന്നത് കാകഃ, കാകഃ, കാക്കയുടെ പേരിലേക്ക്. മാർജാരഹ, അടുത്തത് വരുന്നത് ശലഭഃ, ഗജഃ. ഈ ഓർഡറിലാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഉചിതമായ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പൂരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോകിലഹ, കോകി ഡാഷ് കോകിലഹ, കുയിലിൻ്റെ പേരാണ്. അടുത്തത് കർണി ഡാഷ് രം, കർണികാരം കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. ഡാഷ് ലിക, ഒരു പൂവിൻ്റെ പേരാണ്, മല്ലിക. ഡാഷ് ഠലം, പാടലം, പാടലം റോസ്, റോസാ പൂവിനെയാണ് പാടലം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത് ചിത്രം നിരീക്ഷ്യ പദം സമ്യക് ചിഹ്നേന അങ്കയതു. ശരി എന്ന ചിഹ്നം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൈകൾ കഴുകുന്ന ചിത്രം തന്നിരിക്കുന്നു, അതാണ് ക്ഷാളയതി, ക്ഷാളയതി. താഴെ തന്നിരിക്കുന്നത് ഘാതതി, അതായത് കഴിക്കുന്നു, തിന്നുന്നു. ബാലകഃ ഡാഷ്, ബാലകഃ പഠതി, പഠിക്കുന്നു. ധരതി, വസ്ത്രം ധരിക്കുന്നു എന്നാണ്, നമുക്കിവിടെ യോജിക്കുന്ന ഉത്തരമല്ല. വാനരഃ ലിഖതി, എഴുതുന്നു, തെറ്റാണ്. കൂർദതേ, തുള്ളിച്ചാടി നടക്കുന്നു. അടുത്ത ചോദ്യം നമുക്ക് തന്നിരിക്കുന്നത് ചിത്രം നിരീക്ഷിച്ച് ഉചിതമായ ഉത്തരം വലയം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ പേരാണ്? പൂച്ചയുടെ ചിത്രം മാർജാരഹ. താഴെ തന്നിരിക്കുന്നത് അജഹ, ആടാണ്. മാർജാരഹ പൂച്ച. രണ്ടാമത്തേതിൽ കാകഃ കാക്ക, ശുകഃ തത്ത. മൂന്നാമത്തേതിൽ ബഗഃ കൊക്ക്, ഭേകഃ തവള, ഭേകഃ തവള. അവസാനത്തേത് ശാരിക, താഴെ ശശകഃ മുയൽ. ഇതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്, കേരവൃക്ഷഃ കഃ, തെങ്ങ് ഏതാണ്? പെൻസിൽ കൊണ്ട് നിറം കൊടുക്കാനാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭാരതസ്യ ഔദ്യോഗിക പുഷ്പം, ഭാരതത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കമലമാണ്. കേരളസ്യ ഔദ്യോഗിക പുഷ്പം എന്ന് ചോദിച്ചാൽ കർണികാരമാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം മല്ലികായാഹ വർണ്ണഃ കഃ, മല്ലികയുടെ വർണ്ണം, മുല്ലപ്പൂവിൻ്റെ വർണ്ണം വെളുപ്പാണ്. ഗജസ്യ വർണ്ണഃ കറുപ്പ്, ആനയുടെ നിറം കറുപ്പ്. കേരളസ്യ ഔദ്യോഗിക ഫലം പനസം, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ജപാകുസുമസ്യ വർണ്ണഃ, ചെമ്പരത്തിയുടെ നിറം, ചെമ്പരത്തിയുടെ നിറം ചുവപ്പാണ്. വനരാജഃ കഃ, കാട്ടിലെ രാജാവ് സിംഹമാണ്. കാട്ടിലെ രാജാവ് ആരാണ്? സിംഹമാണ്. അടുത്തത് നമ്പറുകളാണ്. 3 എണ്ണമുള്ള പേന ത്രീണി, 5 എണ്ണമുള്ള ബോള് പഞ്ച, 4 എണ്ണമുള്ള സൂര്യകാന്തി ചത്വാരി. ഇങ്ങനെയാണ് ഉത്തരങ്ങൾ ചെയ്യേണ്ടത്.